യെസ്, 2026 കണ്ടുവച്ച് ഏറ്റവും നല്ല ഫണ്ണി ആയിട്ടുള്ള കുറച്ച് റീൽസാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഇലക്ഷൻ റീൽസ്. അതായത് വളരെ വെറൈറ്റി ആയിട്ട് രീതിയിലാണ് ഈ തവണ BJP കാൻഡിഡേറ്റ്സ് വന്നിരിക്കുന്നത്. അതായത് ബിഗ് ബോസ്, അതായത് ഏഷ്യാനെറ്റും BJPയും തമ്മിൽ എന്തോ ടൈപ്പ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ഇതേപോലെ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് BJP എന്നാണ്. ലക്ഷ്മി പ്രിയ ഉണ്ട് ഇതിനകത്ത് ഒന്നാമത്തെ സ്ഥാനം. പിന്നെ നമ്മുടെ മെയിൻ സ്റ്റാറായ അഖിൽ മാരാർ പറഞ്ഞത് ഏറ്റവും വലിയതെന്ന് വെച്ചാൽ കോൺഗ്രസിന് നേരെ മറുകണ്ഠം ചാടിക്കടന്ന നമ്മുടെ അഖിൽ മാരാർ. പുള്ളിക്കാരൻ്റെ കുറേ സാധനം ഉണ്ട് ഇതിൻ്റെ അകത്ത്. എന്തായാലും നമുക്കതൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ വേറൊരു മെയിൻ താരം നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ. പക്ഷേ പുള്ളിയുടെ ആ ഒരു പവർ, ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന പവർ ഇന്നത്തെ കാണാനില്ല. എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസ് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം. സാനിറ്ററി നാപ്കിൻ വാങ്ങിക്കാനായിട്ട് ഞാൻ കയറിയത് നീതി ജന ഔഷധിയിലാണ് കയറിയത്. അവിടെ നിന്ന് നമുക്ക് ആ സാനിറ്ററി നാപ്കിന് കാശ് കൊടുക്കുമ്പോൾ 10 രൂപയാണ് അവർ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചത്. 10 രൂപയ്ക്ക് ഇന്നത്തെ കാലത്ത് ഒരിക്കലും ഒരു പാക്കറ്റ് സാനിറ്ററി നാപ്കിൻസ് കിട്ടില്ല. അപ്പോൾ ശരിക്കും ഞാൻ ആ മെഡിക്കൽ ഷോപ്പിന്റെ വാതിക്കൽ നിന്നിട്ട് ഞാൻ പൊട്ടി കരഞ്ഞിട്ട്. യെസ്, ഞാൻ പൊട്ടി കരഞ്ഞു. എന്തിനാ? അത് 10 രൂപയുടെ സാനിറ്ററി പാഡ്സ് അത് മേടിക്കാൻ പറ്റാഞ്ഞിട്ട്. അത് പുള്ളിക്കാരി പറഞ്ഞു അന്നത്തെ കാലഘട്ടത്തിൽ അത് 10 രൂപയായിരുന്നു. അത് ഇപ്പോഴും പുള്ളിക്കാരുടെ വിചാരം എന്ന് വെച്ചാൽ ഇപ്പോഴും അത് 10 രൂപ ആയിരിക്കണം എന്നാണ്. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ നമ്മുടെ അരിയുടെ വിലയല്ല ഇപ്പോഴത്തെ അരിയുടെ വില. അത് പണ്ടത്തെ പെട്രോളിൻ്റെ വില തന്നെ നോക്കിയാൽ മതി. പണ്ട് 20 രൂപയ്ക്കും 19 രൂപയ്ക്കൊക്കെ പെട്രോൾ കിട്ടുമായിരുന്നു. ആ വിലയാണോ ഇപ്പോൾ നോക്കുന്നത്? അപ്പോൾ സാധനങ്ങളുടെ വില കൂടും, അതിനനുസരിച്ച് ഇതിൻ്റെയും ഓരോ സാധനത്തിനും വില കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ വില കൂടും. അത് പണ്ടത്തെ കാലത്ത് ഇപ്പോൾ അരി ആയിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, പഞ്ചസാര ആയിക്കോട്ടെ, തക്കാളി ആയിക്കോട്ടെ, എല്ലാ സാധനത്തിനും വില കുറവാണ് പണ്ടത്തെ കാലത്ത്. ഇപ്പോൾ ആ സാധനത്തിന് വില കൂടില്ല. കാലം മാറുന്നതനുസരിച്ച് ഓരോരോ വില കൂടണം. പക്ഷേ ഈ ചേച്ചി പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഇലക്ഷനിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതൊന്നും നമുക്ക് റിയാക്ട് ചെയ്യാം. ഫസ്റ്റ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ പ്രശ്നം, ഡ്രഗ്സിന്റെ വ്യാപനം, അതെല്ലാം കൂടി ചെയ്യും. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ജലലഭ്യത, നല്ല കുടിവെള്ളം അത് ഉറപ്പാക്കുക. അടുത്ത കാര്യം ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ. പിന്നെ 4ാമത്തെ കാര്യമായിട്ടായിരിക്കും റോഡ്, അതുപോലത്തെ കാര്യങ്ങളുടെ വികസനത്തിന് പ്രാധാന്യം കൊടുക്കുക. യെസ്, ഇന്നത്തെ പുള്ളിക്കാരി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ ഗതാഗതം റെഡിയാക്കും, പറയുമ്പോൾ റോഡ് റെഡിയാക്കും, ഇതേപോലെ സാനിറ്ററി നാപ്കിൻസ്, ഇതേപോലെ എല്ലാം. ഒന്നാമത്തെ കാര്യം, ഇത് കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രമല്ല, എല്ലാ സ്ത്രീകൾക്കും ഈ സംഭവം വേണ്ടിയ സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരി പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റ്, അത് ഓരോ കാര്യങ്ങൾ, നിങ്ങൾ ലീഡർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്കിത് കേട്ടപ്പോഴത്തേക്കും പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് നമ്മൾ ക്ലാസ് ലീഡർ അതിനു മുമ്പ് നിങ്ങൾ ക്ലാസ് ലീഡർ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റം കൊണ്ടുവരുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചുമ്മാ തള്ളാൻ വേണ്ടിയിട്ട്, നമ്മൾ ക്ലാസ് ലീഡർ ആവാൻ വേണ്ടി നമ്മൾ പറയും ഞാൻ ഇന്ന് എല്ലാ പീരീഡിലും ഇതേപോലെ ടൈം ടേബിൾ എഴുതിയിടും, ഞാൻ എല്ലാവരും വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ക്ലാസ്സിൽ ആരും ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും മിണ്ടാണ്ടിരിക്കാൻ സഹായിക്കും. അങ്ങനെ കുറേ നമ്മൾ ചെറുപ്പത്തിലെ പറയത്തില്ലേ, അതേപോലെ ഉണ്ട് ഇത് കേൾക്കപ്പോൾ. പുള്ളിക്കാരിക്ക് വ്യക്തമായി അറിയാം, അതായത് പുള്ളിക്കാരി ജയിക്കാൻ പോകുന്നില്ലെന്ന് പുള്ളിക്കാരിക്ക് തന്നെ ഒരു ഉത്ബോധമുണ്ട്. എന്നാലും വ്യക്തമായി ജയിക്കാൻ പറ്റത്തില്ലെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി. പക്ഷേ എന്നാലും ഒരു സർപ്രൈസ് എൻട്രി ആയിപ്പോൾ എന്ന് തോന്നുന്നു. അതായത് എന്തിനാണ് ഇവരെയൊക്കെ ഇതേപോലത്തെ ഉള്ള ഫിലിം സ്റ്റാർസിനെയൊക്കെ ഇതേപോലെ പാർട്ടിയിൽ കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. അത് ഞാനൊരു കേട്ടെ, ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, ആ പാർട്ടിയിൽ വർക്ക് ചെയ്ത ആൾക്കാർ അപ്പോൾ മണ്ടന്മാരായെന്ന പോലെയല്ലേ? അത് ആ പാർട്ടീനെ കുറിച്ച് അറിയുന്നത്, ആ പാർട്ടീൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇത്ര വർഷങ്ങളായിട്ട് പാർട്ടി എന്ന് പറഞ്ഞ് പുറമെ നടക്കുന്നവരുണ്ട്. അപ്പോൾ അവന്മാരെയൊക്കെ പൊട്ടന്മാരാക്കുന്ന പോലെയല്ലേ ഈ പരിപാടി ചെയ്തത്? അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതായത് ഈ സ്റ്റാർസിനൊക്കെ, അതായത് ആ നാട്ടുകാർക്ക് ഉപകാരം ചെയ്ത ആൾക്കാരെ അല്ലേ വെക്കേണ്ടത് കാൻഡിഡേറ്റ് ആയിട്ട്. അതിപ്പോൾ LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ. ആ BJPയിലേക്ക് വർക്ക് ചെയ്ത ആളാണെങ്കിലും LDFയിൽ വർക്ക് ചെയ്ത ആളാണെങ്കിലും UDFയിൽ വർക്ക് ചെയ്ത ആ പെർട്ടിക്കുലർ ഏരിയയിൽ വർക്ക് ചെയ്ത്, അതായത് ഭയങ്കര സജീവമായിട്ടിരിക്കുന്ന ആളെ അല്ലേ അവിടെ കാൻഡിഡേറ്റ് വെക്കണ്ടേ? അല്ലാണ്ട് തോന്നിയ പോലെ ഒരു ഫെയിമിന് വേണ്ടിയിട്ട് ഇതേപോലെ ആക്ടേഴ്സിനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇവർ ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ച പോലെ തന്നെ, സുരേഷ് ഗോപി ആദ്യം വരുന്നതിന് മുന്നേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുള്ളിക്കാരി ജയിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും, മാറ്റങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ, അതായത് ഭയങ്കര വർഗീയത കേരളത്തിൽ വന്ന പോലെ എനിക്കൊരു ഫീൽ ചെയ്തു. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അതായത് കേരളത്തിൽ ഇത്രയും വർഷങ്ങളായിട്ടും, അതായത് ഞാൻ 2026 ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടം തൊട്ട് ഇപ്പോൾ ഇത്ര കുറേ വർഷങ്ങളിൽ കേരളത്തിൽ ജീവിച്ചതിന് ഒരു അനുഭവം വെച്ച് പറയാം. അത് ഇത്രയും നാൾ നമുക്ക് കേരളത്തിൽ, അതായത് മറ്റ് ജാതി മതം ആ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. പക്ഷേ ഈ BJP ഒക്കെ കേരളത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ 2025 നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര, അത് ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, മുസ്ലിംസ് ആയിക്കോട്ടെ, ഹിന്ദുക്കളായി എല്ലാവരും പരസ്പരം ജാതി പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്തായാലും ബാക്കി വീഡിയോസും കൂടെ കാണാം. ഇനിയും പാടി എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വന്തമായിട്ട് മത്സരിച്ചോളാം.
ഞാൻ പണ്ടും ഒരു തവണ സ്വന്തമായിട്ട് ജയിക്കും തൂക്കും എന്നുള്ളതൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത് പറയാൻ ഞാൻ മാത്രം മതി. ആദ്യം നമുക്കൊരു നിലപാട് വേണം. ഇന്ന പാർട്ടിയിലാണെന്ന് നട്ടല് വിളയ്ക്കാതെ പറയാൻ കഴിയണം. നട്ടല് വിളയ്ക്കാതെ അഭിമാനബോധത്തോടുകൂടി പറയുന്നു, ഞാൻ ഒരു പാർട്ടിയിലുമില്ല. യെസ്, എല്ലാവരുടെയും അതായത് ഇവരൊക്കെ ഒരു സർപ്രൈസ് എൻട്രി പോലെയാണ് വന്നത്. അതായത് BJP അതായത് നല്ല രീതിയിൽ അത്യാവശ്യം കാശ് വലിച്ച് എറിഞ്ഞിട്ടുണ്ട്. അതായത് അഖിൽ മാരാറിനെ പോലെ ഒരാളെ, അതായത് അഖിൽ മാരാറിന്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽ മാരാർ ബിഗ് ബോസിൽ പോയി കപ്പടിച്ചു, അതുകൊണ്ട് അഖിൽ മാരാർ BJP നിന്ന് കഴിഞ്ഞാൽ BJPയിൽ അഖിൽ മാരാറിന്റെ സപ്പോർട്ട് കിട്ടും, അങ്ങനെ അഖിൽ മാരാറിന്റെ വിചാരം. നല്ല മികച്ച വിദ്യാഭ്യാസം, മികച്ച ഗതാഗതം, അത് പറയുമ്പോൾ നമ്മുടെ KSRTC ബസിന്റെ വീതി, പടികളുടെ വീതി കുറച്ചു, മികച്ച ഗതാഗതം എല്ലാം നമുക്ക് തന്നു അല്ലേ? എല്ലാ ദിവസവും നിങ്ങൾക്ക് റേഷൻ കിട്ടി, കിറ്റ് ഒക്കെ കിട്ടി അല്ലേ? ഇതൊക്കെ ആരാ തന്നത്? LDF അല്ലേ? കേരള സർക്കാരല്ലേ തന്നത്? ആണോ? എന്നാ അല്ല, കേന്ദ്ര സർക്കാരാണ് നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു തന്നത്. യെസ്, ഇത് രണ്ടാമത്തെ കണ്ടസ്റ്റന്റ്. അതായത് ഇവർക്കൊക്കെ യാതൊരു ബോധവും എനിക്കറിയാൻ പാടില്ല. അതായത് നമുക്ക് ഈ ഇന്ത്യയിൽ എന്തിനാണ് സ്റ്റേറ്റ്സ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? അതായത് ഓരോ സ്റ്റേറ്റിനും ഓരോ CMs വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ ഇവർക്ക്? അത് ഇവരോട് ചോദിക്കണം. അതായത് കേരളത്തിൽ പിണറായി വിജയനാണ് നമ്മുടെ നിലവിലത്തെ CM. പുള്ളിക്കാരൻ എന്തിനാണ് കേരളത്തിൽ CM ആയിട്ട് ഇരിക്കുന്നത്? അല്ല, നരേന്ദ്രമോദി അല്ല. നരേന്ദ്രമോദി നമ്മുടെ PM ആണ്. നമ്മുടെ പുള്ളിക്കാരനല്ല ഇവിടുത്തെ കേരളത്തിലെ റോഡ് നന്നാക്കേണ്ട ആവശ്യം പുള്ളിക്കാരനല്ല. അതിന് പുള്ളിക്കാരന് ഇന്ത്യയുടെ കാര്യം, മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഈ ചെറിയ ചെറിയ സ്റ്റേറ്റ്സിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് അവിടുത്തെ CMമാരാ. CMനാണ് ഇതിൻ്റെയൊക്കെ ചുമതല. അല്ലാണ്ട് ഇവർ പറയുന്ന പോലെ കേരളത്തിലെ റോഡ് നന്നാക്കിയത് നരേന്ദ്രമോദിയാണ്, കേരളത്തിലെ മെട്രോ ഉണ്ടാക്കിയ നരേന്ദ്രമോദി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മണ്ടത്തരമാണ്. അതൊക്കെ എന്തൊരു ലോജിക്കാത്ത കാര്യമാണ്. അത് ജസ്റ്റ് ബേസിക്കായിട്ട് കുറച്ച് സ്റ്റഡീസ് നടത്തിയവർക്ക് മനസ്സിലാവും. അതായത് ജസ്റ്റ് ബേസിക്കായിട്ട് എന്തെങ്കിലും, അതായത് ഇതേപോലത്തെ പരിപാടി പറയുന്നതിന് മുന്നേ അതായത് ബേസിക്കായിട്ട് എന്തെങ്കിലും ഒന്നും അറിയാം. അത് നമ്മുടെ സ്റ്റേറ്റിന് എന്തിനാണ്, അത് നമ്മുടെ ഈ കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റിന് എന്തിനാണ് ഒരു CM വെച്ചിരിക്കുന്നത്? എല്ലാം നരേന്ദ്രമോദിക്കാണ്. PMന്റെ ബേസിസിൽ നടക്കുന്നത് എന്തിനാണ് CM? അതിൻ്റെ റിപ്ലൈ എന്ന് പറ. അതായത് ഹൈവേ നടത്തുന്ന കാര്യങ്ങളും മെട്രോ നടത്തുന്ന എല്ലാ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആവശ്യം എന്താണ് ഇരിക്കുന്നത്? അതാണ് പുള്ളിക്കാരിക്ക് എന്താണ് ആവശ്യം എന്ന് പുള്ളിക്കാരിയോടൊന്ന് ചോദിക്കണം. പുള്ളിക്കാരിക്ക് അത് അറിയാൻ പാടില്ലെങ്കിൽ കൂടി ഞാൻ പറയാണ്, കാരണം ഞാനത് കണ്ടതുകൊണ്ട് പറയാണ്. എന്റെ കമന്റ് ബോക്സിൽ തന്നെ കുറേ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ അവരെന്തിനാ സത്യം പറഞ്ഞാൽ നമ്മോട് വിദ്വേഷം കാണിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അവർക്കെതിരായിട്ട് ഒന്നും ചെയ്യുന്നില്ല. സ്റ്റിൽ അങ്ങനെ കുറെ കമന്റ്സ് ഉണ്ട്. പിടിച്ചു മാറ്റാൻ വിദഗ്ധരായവരാണ് ഇവരെല്ലാം. ഇല്ലെങ്കിൽ ശബരിമല കൊള്ള അല്ലേ? എന്താ പറയാ, വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് എങ്ങനെയെങ്കിലും ഹിന്ദുക്കളെ നശിപ്പിക്കുക എന്നുള്ള ഒരു ചിന്തയോടെ. വർഷങ്ങൾക്ക് മുമ്പേ അവരാദ്യം സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി. നമ്മൾ സ്ത്രീകൾക്കൊന്നും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഇന്നത് ചെയ്യുന്നത്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളത് ക്ഷമിച്ചു. വീണ്ടും ഇപ്പോ ശബരിമലയുടെ പേരിൽ കൊള്ള നടത്തുകയാണ്. നമ്മുടെ അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ട് പോകും. ശബരിമലയുടെ കേസ് അത് പുള്ളിക്കാരി പറയുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരി പറയുന്ന കാര്യമാണ്. ശബരിമലയുടെ സ്വർണം കഴുകുന്ന കാര്യം ഒക്കെ സമ്മതിച്ചു. LDF അവരുടെ സർക്കാർ നിൽക്കുന്ന സമയത്ത് ഇതേപോലെ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. പക്ഷേ അതിൽ എന്തിനാണ് ഈ ജാതി, അത് ഹിന്ദുക്കളെ തകർക്കാനായിട്ട് LDF നടത്തിയൊരു അതെന്തിനാ അങ്ങനെ? ഞാൻ ശരിക്കും പറഞ്ഞു, ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നവരടുത്ത് പറയാം, ഞാൻ LDF അല്ല UDF അല്ല, ഞാൻ ഒരു പാർട്ടിയിലുള്ള ആളല്ല. ഞാൻ ജസ്റ്റ് ന്യൂട്രലായിട്ട് നിങ്ങളോട് പറയാം. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് എന്തിനാ ജാതി കുത്തിക്കയറ്റുന്നത്? അതായത് നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റി അത് ശബരിമലയിൽ കയറണം. അതായത് നമ്മുടെ ഒരു നിയമമുണ്ട്, നമുക്കൊരു നിയമമുണ്ട്, നിയമപുസ്തകത്തിലുണ്ട്. അതായത് ശബരിമലയിൽ ഇങ്ങനെ പെണ്ണുങ്ങൾ കയറാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമം വെച്ചപ്പോഴത്തേക്കും ചില ആക്ടിവിസ്റ്റുകൾ, അതായത് ചില ഫെമിനിസ്റ്റുകൾക്ക് അവിടെ കയറിയാൽ എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോഴ്സ്ഫുള്ളി, അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷനോടെ, അതായത് മറ്റേ കോർട്ടിൻ്റെ അനുമതിയോടെ കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അന്ന് സമയത്ത് ശബരിമലയിലെ കേസൊക്കെ ഇതേപോലെ സ്വർണ്ണം കട്ട കേസ് ഇതൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കേസ് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഈ ജാതി എന്തിനാ കുത്തിത്തള്ളുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിൻ്റെ അകത്ത് അക്യൂസ് എന്ന് പറഞ്ഞ കുറേ പേര് അവർ ഹിന്ദുക്കൾ തന്നെയാണ്. അപ്പോൾ ഹിന്ദുക്കൾ തന്നെയാണ് ഈ സാധനം കക്കാൻ സഹായിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ജാതി എന്തിനാ കുത്തിക്കയറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രേ ഉള്ളൊരു ചോദ്യമേ ഉള്ളൂ. അതായത് കട്ടു, അത് ഇവരുടെ സർക്കാർ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ സ്വർണം കുറേ കട്ടു എന്ന് പറയുന്നത് ഒക്കെ സമ്മതിച്ചു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ജാതി എന്തിനാ കയറ്റുന്നതെന്ന് ചോദിച്ചാൽ അത് ഹിന്ദുക്കളുടെ ഇത് നമ്മൾ നശിപ്പിക്കാനായിട്ട് LDF സർക്കാർ വന്നു അങ്ങനെ രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഈ അവിടെ ഇരിക്കുന്ന പോറ്റി ആയിക്കോട്ടെ ആരായിക്കോട്ടെ അവരൊക്കെ ഹിന്ദുക്കളല്ലേ? ഹിന്ദുക്കൾ തന്നെയല്ലേ ഇത് കക്കാൻ സഹായിച്ചത്? തിരിച്ചറിയാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർക്ക് എന്നെ അറിയാം, സോഷ്യൽ മീഡിയ വഴിയായാലും ചാനൽ വഴിയായാലും. അപ്പോൾ ഇന്ന ആളാണ് അഖിൽ മാരാർ, ഇനി അയാൾക്ക് ഞാൻ എന്തിനു വോട്ട് കൊടുക്കണം എന്നതാണ് രണ്ടാമത്തെ ചിന്ത. ആ രണ്ടാമത്തെ ചിന്ത അവരിലേക്ക് എത്തിക്കണമെങ്കിൽ 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള അഖിൽ മാരാർ ഇന്നത്തെ പറഞ്ഞ വലിയൊരു പോയിന്റാണ്. അത് 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞാൽ അഖിൽ മാരാർ BJP നിന്നാലും LDF നിന്നാലും UDF നിന്നാലും
വോട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അഖിൽമാരാർ 100 ദിവസം ബിഗ് ബോസിൽ നിന്നില്ല. അപ്പോൾ അഖിൽമാരാറിനെ എല്ലാം അറിയേണ്ടവർക്ക് ബിഗ് ബോസ് 100 ദിവസമായിട്ട് അങ്ങ് കണ്ടാൽ മതി. ഞാൻ ബിഗ് ബോസ് കണ്ട ആളാണ്. ഈ അഖിൽമാരാറിൻ്റെ സീസൺ ബിഗ് ബോസ് കണ്ട ആളാണ്. ഈ അഖിൽമാരാർ നിന്ന ആ സീസൺ വെച്ചിട്ട് ഞാൻ എന്തിനാണ് അയാൾക്ക് വോട്ട് കൊടുക്കുന്നത്? എൻ്റെ ഒരു വോട്ടുണ്ട്, ഇയാൾക്ക് ഈ BJP നിൽക്കുക, അയാൾക്ക് എന്തിനാണ് വോട്ട് കൊടുക്കുന്നത് ഞാൻ ചിന്തിക്കത്തില്ലേ? അയാൾ കോൺഗ്രസിൽ നിന്ന ഒരാളാണ്. ആ കോൺഗ്രസിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് നേരെ മറുകണ്ഠം ചാടി BJPയിലോട്ട് മാറി. BJP മാറി ആൾക്കാർ ചോദിക്കും നിങ്ങൾക്ക് എന്തിനാണ് വോട്ട് തരുന്നത്? പുള്ളിക്കാരി അപ്പോൾ അഖിൽമാരാർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കായിരിക്കും നിങ്ങൾക്കത് മനസ്സിലാവുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഖിൽമാരാർ ആരാന്നറിയണമെങ്കിൽ ജസ്റ്റ് ബിഗ് ബോസ് കണ്ടാൽ മതി. ഈ ഒരു ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ വോട്ട് വരുമോ? അതായത് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണം, ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം PR ടീമിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയാണ്. അഖിൽമാരാറിന് PR ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അതായത് നമ്മുടെ കഴിഞ്ഞ സീസൺ അനുമോള്, ജിൻറ്റോ, ഈ അഖിൽമാരാർ, ഇവരുടെ 3 പേരുടെയും PR മറ്റേ നമ്മുടെ വിനു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, ഇവർ 3 പേരും കപ്പടിച്ചു. ഈ പുള്ളിക്കാരൻ വിനു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ നല്ല രീതിയിൽ PR വർക്ക് ചെയ്തിട്ടാണ് ഇവരെല്ലാം ജയിച്ചത്. ജിൻഡോ ആയിക്കോട്ടെ, ജിൻഡോ ഫസ്റ്റ് വീക്ക് തന്നെ ഔട്ടാവുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പുള്ളിക്കാരൻ ഇതേപോലെ നല്ല PR വർക്ക്. അനുമോളുടെ അനുമോൾ എന്ത് ചെയ്താലും വെളുപ്പിച്ച് PR ടീം അത്യാവശ്യം പൊക്കിക്കൊണ്ട് കൊണ്ടുവന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വീക്ക് ആയപ്പോഴാണ് കുറച്ചും കൂടെ അനുമോളുടെ സിമ്പതി വർക്കൗട്ട്, അങ്ങനെ കുറേ PR ടീമിൽ നിന്ന് ഭയങ്കര കളി ഉണ്ടായിരുന്നു. ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും PR ഉണ്ട്, പ്രത്യേകിച്ച് അഖിൽമാരാറിന് നല്ല രീതിയിൽ PR ഉണ്ടായിരുന്നു ബിഗ് ബോസ് കളിച്ചപ്പോൾ. ആ PRൻ്റെ വോട്ടിൻ്റെ ബലത്തിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ PR ടീം നമുക്ക് AI അല്ല വോട്ട് ചെയ്യുന്നത്, നല്ല മനുഷ്യന്മാർ തന്നെ വോട്ടർ ഐ ഡിയും കൊണ്ട് അവിടെ ലിസ്റ്റിൽ പേരുണ്ടാവണം. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ ഈ സാധനം കൊടുത്തിട്ട് അവിടെ പോയി വോട്ട് നിൽക്കാൻ മാത്രമേ വോട്ട് വരുള്ളൂ. അല്ലാണ്ട് എനിക്കിത് ഈ ഹോട്ട്സ്റ്റാറിൽ കയറി ഈ ആപ്പിൽ കയറി നിൽക്കാൻ മതി, വോട്ട് നിൽക്കാൻ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് വീഴില്ല. അപ്പോൾ ഈ പറയുന്നത് ശുദ്ധ മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അഖിൽമാരാരോട് നമുക്ക് സംസാരിച്ച് നിൽക്കാനേ പറ്റത്തില്ല. അതാണ് വേറൊരു വിറ്റ്. പിന്നെ അഖിൽമാരാർ രണ്ടാമത്തെ ഒരാളാണ്, അതായത് രമേഷ് പിഷാരടിയെ പോലെ ഒരു നടൻ എന്തിന് UDFന് വേണ്ടി നിൽക്കുന്നു? അതായത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് രമേഷ് പിഷാരടി എന്ന് പറഞ്ഞ നടനെ നിർത്തിയിരിക്കുന്നു? അതായത് അവിടെ എന്ത് കണ്ടിട്ടാണ് രമേഷ് പിഷാരടി നാട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് അഖിൽമാരാർ ചോദിക്കുന്നുണ്ട്. അതിനു മുന്നേ എനിക്ക് അഖിൽമാരാരോട് ചോദിക്കാനുണ്ട്, അഖിൽമാരാർ ഈ നാടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കണം. അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ട. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനിട്ട ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കും. അണ്ണാക്കിലടിച്ചൊരു റിപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഇതിലും വലിയ മറുപടി രമേഷ് പിഷാരടി ഇനി അഖിൽമാരാറിന് കൊടുക്കാനില്ല. അതായത് ശരിയല്ലേ? അതായത് നിങ്ങൾ തന്നെ അഖിൽമാരാറിൻ്റെ കേസൊന്നും എടുത്ത് നോക്കിയാൽ, അതായത് ഫസ്റ്റ് ടൈം അതായത് അഖിൽമാരാർ ബിഗ് ബോസിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഇത്രയും വലിയൊരു ഇതിൽ ഞാൻ ജന്മം ചെയ്താൽ പോകില്ലെന്ന് പറഞ്ഞാൽ വളരെ രീതിയിൽ തെറി വിളിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇതേപോലെ ഒരു വീഡിയോ ചെയ്തത്. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ തന്നെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റായിട്ട് പോകുന്നു. ബിഗ് ബോസ് നല്ലൊരു പ്ലാറ്റ്ഫോമാണെന്ന് പറയുന്നു, അങ്ങനെ പൊക്കി പറയുന്നു. അങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു അഖിൽമാരാറാണ് നമുക്കറിയാം. ഇതിപ്പോൾ ഇത് നേരെ പിന്നെ വേറൊരു ഈ BJP നിൽക്കുന്നതിന് മുന്നേയായിട്ട് BJPയെ കുറിച്ച് കുറേ പറഞ്ഞ് അഖിൽമാരാറിൻ്റെ പഴയ കുറേ വീഡിയോസ് ഉണ്ട്. BJP എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്, BJPയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സംഖ്യയാക്കി കളയും എന്നൊക്കെ പറഞ്ഞ് പഴയ കുറേ വീഡിയോസ് അഖിൽമാരാറിൻ്റെ ഉണ്ട്. അത് BJPക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ BJPയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. പണ്ട് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇപ്പോൾ കോൺഗ്രസിന് അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതാണ് വേറെ ഇത് രമേഷ് പിഷാരടി നിങ്ങൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ ആയിരിക്കും കേട്ടോ, ചിലപ്പോൾ ഈ ഇലക്ഷന് തോറ്റ് കഴിഞ്ഞാൽ 1-2 മാസം കഴിയുമ്പോഴത്തേക്കും അഖിൽമാരാർ തന്നെ പറയും അത് ശരിയാട്ടോ, എനിക്കും തോന്നിയിട്ടുണ്ട്, എനിക്കും പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ട് ഇതേപോലെ BJPയിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അഖിൽമാരാർ തന്നെ ചിലപ്പോൾ എടുത്തിട്ട് പറയും. പറയുന്നത് കൂടുതൽ പൈസ ഇവർ ഇറക്കുന്നുണ്ട്, പൈസ ഇറക്കിയിട്ട് ഇവരെ സ്ഥാനാർത്ഥികളായി പൈസ കൊടുത്ത് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു സ്ഥാന വ്യക്തി 2020 കയ്യിൽ നിന്നോ മറ്റാരെങ്കിലും കയ്യിൽ നിന്നോ എന്തെങ്കിലും ഒരു ആനുകൂല്യം കൈപ്പറ്റിയതിന്റെ പേരിലാണെന്ന് ആരെങ്കിലും തെളിയിച്ചാൽ എന്റെ ഫ്ളാറ്റ്, ഞാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എല്ലാം ഞാൻ തന്നേക്കാം ഏത് വിധേനയും. ഇപ്പൊ അവർ ചോദിക്കുമ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള പൈസ തന്നോന്ന് ചോദിക്കാം, നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു? ഇതിപ്പോൾ തെളിച്ചു കൊടുത്താലും പുള്ളിക്കാൻ ആ സാധനങ്ങളൊന്നും തരാൻ പോകുന്നത് നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട. പുള്ളിക്കാരനായിട്ട് അതായത് ഈ പുള്ളിക്കാരനായിട്ട് തർക്കിച്ച് നിൽക്കാനായി പറ്റത്തില്ല. അതായത് ഈ പുള്ളിക്കാൻ നമ്മൾ പറയാം, നമ്മളൊരു കപ്പിൽ വെള്ളം പിടിച്ചു, എൻ്റെ കയ്യിലൊരു കപ്പുണ്ട്, ആ കപ്പിൽ വെള്ളമുണ്ട്, ഞാൻ ആ കപ്പിൻ്റെ അടിയിൽ ഒരു ഓട്ട ഇട്ടു, ഈ വെള്ളം ഇതിൽ കൂടെ ഒലിച്ചു പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്നു ചേട്ടാ ഇതൊരു 10 മിനിറ്റിനുള്ളിൽ ഇതിലുള്ള വെള്ളമെല്ലാം ഒലിച്ച് empty ആയി പോകുമെന്ന് പറഞ്ഞു.
പക്ഷേ ഇത് അഖിൽമാരാറിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അഖിൽമാരാറിൻ്റെ അടുത്ത് അഖിൽമാരാർ പറയും ഒരിക്കലുമില്ല, അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്, ഇതൊരിക്കലും പോകുന്നത്, ഇത് നിങ്ങളുടെ തോന്നലാണ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അത് ശരിയായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും പുള്ളിക്കാരനെ സംസാരിച്ചുകൊണ്ട് അത് വേണമെങ്കിൽ ഉൾട്ടയാക്കാൻ പറ്റും. അതാണ് അഖിൽമാരാറിൻ്റെ കഴിവ്. അഖിൽമാരാറായിട്ട് നമുക്ക് ഒരിക്കലും തർക്കിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അത് ഈ രമേഷ് പിഷാരടിയും അഖിൽമാരാറും ഫേസ് ടു ഫേസ് സംസാരം വന്നാൽ തന്നെ അഖിൽമാരാറിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ അല്ലെങ്കിൽ അഖിൽമാരാർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെങ്കിൽ പോലും പുള്ളിക്കാരൻ അത് എങ്ങനെയെങ്കിലും വാക്കുകൊണ്ട് അത് പിടിച്ചു തീർക്കും. അതാണ് പുള്ളിക്കാരൻ്റെ ഒരു കഴിവ്. എങ്ങനെയെങ്കിലും പുള്ളിക്കാരൻ അവിടെ ഉണ്ട്, ഇതുണ്ട്, പിന്നെ പുള്ളിക്കാരൻ കുറേ കാര്യങ്ങളും പഴയ കുറേ കാര്യങ്ങളിട്ട് കുറേ മിക്സ് ചെയ്ത് പരസ്പര ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞ് പുള്ളിക്കാരൻ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കും. പക്ഷെ സമ്മതിക്കത്തില്ല. ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് ഒരിക്കലും സമ്മതിക്കത്തില്ല. ഇന്നേ വരെ സമ്മതിച്ചിട്ടുമില്ല. ബിഗ് ബോസ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. നീ ബിഗ് ബോസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ബിഗ് ബോസ് കണ്ടവർക്കും അറിയാം പുള്ളിക്കാരൻ എന്തൊക്കെയാണ് ആ വീട്ടിൽ കാണിച്ചു കൂട്ടിയെന്ന്. ഇനി വരാൻ പോകുന്ന ദിവസം ഇനി ഇതിൽ കൂടുതൽ വിറ്റുകളായിട്ട് കുറേ വീഡിയോസ് ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാം. ഇതേപോലത്തെ വീഡിയോസിന് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം.